പൊട്ടൊന്നും കാണില്ലല്ലോ. So welcome back to my YouTube channel, and this video is about on a celebration at Kusat. Guys, നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ് guys? നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത്? കുസാറ്റിലെ ഓണ സെലിബ്രേഷൻ ആണ് ഗൈസ്. നമ്മൾ ഇന്റേൺഷിപ്പ് ടീന, റിൻഷാദ്, ദേവിക നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ ഇവര് നമ്മളൊരു ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ് ഉണ്ട് സിൻസ് നമ്മളിവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് കൊണ്ട്. ആക്ച്വലി നമ്മളെ ഇവിടത്തെ ഒരു സ്കോളറാണ് ഇൻവൈറ്റ് ചെയ്തത്. പക്ഷെ പുള്ളിയെ കാണാനില്ല. പുള്ളി ഉണ്ടെങ്കിലേ നമുക്ക് സദ്യ കിട്ടും. പുള്ളി ഉണ്ടല്ലേ നമുക്ക് സദ്യ കിട്ടുള്ളൂ. പുള്ളി തപ്പ എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? അതെ, എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഉത്സവം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അവിടുത്തെ സദ്യ എൻ്റെ അത്ര പോരാ. ജോക്സ് അപ്പാർട്ട്, നമ്മളവിടുത്തെ സ്റ്റുഡൻസ് പോലെയല്ല, പക്ഷെ നമുക്ക് അവർ ഫുഡ് തന്നു. അത് ഇറ്റ് മീൻസ് എ ലോട്ട്. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മളെ ആ ഓണ സെലിബ്രേഷനിൽ ഇൻക്ലൂഡ് ചെയ്തതിൽ. കാരണം നമുക്ക് അല്ലാണ്ട് ഒരു ഓണ സെലിബ്രേഷൻ ഇല്ലായിരുന്നു. ഇവിടെ പരിപാടി രാവിലെ കഴിഞ്ഞു. നമ്മൾ ആക്ച്വലി ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് ചെണ്ടമേളം അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ വൈകിട്ട് കലാശക്കൊട്ടുണ്ടെന്നാണ് കേട്ടത്. ഗൈസ്, ഇപ്രാവശ്യം കുസാറ്റിൽ കലാശക്കൊട്ട് ഉണ്ടായിരുന്നില്ല വൈകിട്ട്. എന്തായാലും അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പാട്ടിട്ട കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തതാണ്. ആൻഡ് അവിടെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. കസരകളി, സുന്ദരിക്ക് പൊട്ട് തൊടൽ, അങ്ങനെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ ഓരോ ബാച്ചിലെ സ്റ്റുഡൻസിൻ്റെ ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഓൾസോ കസരകളിയിൽ ഒരു കസേര പൊട്ടി ഒരാൾ വീണു. എൻ്റെ ഫ്രണ്ട് മുഷറു പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു കസേര പൊട്ടി ഒരാൾ വീണിരുന്നെങ്കിൽ. അവൻ്റെ നാക്കതേ മതിരി വലിച്ചു ഒരാൾ താഴെ വീണു. അവൻ ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിൽ അതൊന്നും നടന്നില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഓരോ കോമ്പറ്റീഷൻസ്, ഗെയിംസ് ആയിരുന്നു. കസേരകളി, സുന്ദരിക്ക് പൊട്ട് തൊടൽ, അങ്ങനത്തെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം സീനിയേഴ്സിൻ്റെയും ജൂനിയേഴ്സിൻ്റെയൊക്കെ ഡാൻസ് ആയിരുന്നു. ആക്ച്വലി എനിക്ക് ഈ വർഷം എവിടെയും ഓണം സെലിബ്രേഷൻസ് ഒന്നും ഇല്ലല്ലോ എന്നോർത്ത് വിഷമമായിരുന്നു. കാരണം നമ്മുടെ അക്കാഡമിക്സ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇനി എവിടെയും യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും കോളേജ് അങ്ങനെയൊന്നും നമുക്കില്ല. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു സ്കോളർ വിളിച്ചു, ഇങ്ങനെ ഇതുണ്ട്, ലൈക്ക് ഓണ സെലിബ്രേഷൻ ഉണ്ട്, അപ്പം നിങ്ങളുടെ അതിൽ പാർട്ടാവണം എന്ന് പറഞ്ഞ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയായി. കാരണം നമുക്ക് ഒരു ഓണ സെലിബ്രേഷൻ കൂടാൻ കിട്ടുന്നൊരവസരമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പിയായി. അതുകൊണ്ട് നമ്മളെല്ലാവരും രാവിലെ തന്നെ ഡ്രസ്സപ്പ് ചെയ്ത്, കാരണം ഡ്രസ്സപ്പ് ചെയ്യാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഡ്രസ്സപ്പ് ചെയ്യുക. കസേരകളി കഴിഞ്ഞ് പിന്നെ നടന്നത് സുന്ദരിക്ക് പൊട്ട് തൊടലാണ്. ഒരു കേരള സ്റ്റൈൽ മൊണോലിസ ആയിരുന്നു അവർ പൊട്ട് തൊടാൻ വെച്ചിരുന്ന സുന്ദരി. ആൻഡ് നമ്മളെപ്പോലല്ല, ഇവർ വേറെന്തോ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് സുന്ദരിക്ക് പൊട്ട് തൊടലാണ്. യൂഷ്വലി നമ്മൾ ആ സ്ഥലത്തേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടാണ് ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത്. ഇതിവർ ആ പറമ്പ് മൊത്തം നടന്ന് പൊട്ട് തൊടാൻ നോക്കുന്നുണ്ട്. അങ്ങനെയായിരുന്നു. പക്ഷേ രസമുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര്, 2-3 പേരൊക്കെ പോയി. ആരും തന്നെ വലിയ കറക്റ്റായിട്ടൊന്നും തൊട്ടിട്ടില്ല. പിന്നെ ലാസ്റ്റ് എങ്ങനെയാണെങ്കിലും അവർ ആ ഫോട്ടോ വച്ചിരിക്കുന്നിടത്ത് എത്തിച്ചേരുന്നുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നറിയില്ല. ആൻഡ് ഗെയിംസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സീനിയേഴ്സിൻ്റെ ജൂനിയേഴ്സിൻ്റെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ സ്റ്റാർട്ടാക്കി. ഞാൻ പാട്ടിടാത്തത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ്. ആൻഡ് നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നതാണ് ഡാൻസ് പെർഫോമൻസസ് കാണാൻ. ബിക്കോസ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലായിരുന്ന സമയത്ത് എല്ലാ പരിപാടിക്കും നമ്മൾ ഡാൻസ് കളിക്കുമായിരുന്നു. ആൻഡ് ഡാൻസ് കളിക്കുന്ന പറഞ്ഞാൽ 5 മിനിറ്റ് 10 മിനിറ്റ് അല്ല, നമ്മൾ അരമണിക്കൂറൊക്കെയാണ് നമ്മുടെ ഡാൻസ് പെർഫോമൻസസ് ഉണ്ടായിരുന്നത്. സോ ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാക്ടീസിന് പോകുന്നതും
ഡ്രസ്സ് തീരുമാനിക്കുന്നതും അന്ന് പെർഫോം ചെയ്യുന്നതും അതൊക്കെയാണ് ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നത്. ഇത് കണ്ടപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ പ്രാക്ടീസ് സെഷൻസൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം ഇനി എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ബിക്കോസ് ഞാൻ ഇനി എൻ്റെ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ PG കംപ്ലീറ്റ് ചെയ്തു. ഇനി എനിക്ക് വർക്ക് നോക്കാനാണ്, ജോബ് നോക്കാനാണ് താല്പര്യം. സോ ഇനി എനിക്ക് അഥവാ പെർഫോം ചെയ്യുന്ന ചാൻസ് കിട്ടുന്നുണ്ടെങ്കിൽ മേ ബി അതെൻ്റെ വർക്ക് പ്ലേസിലായിരിക്കും. പക്ഷേ ദ തിങ് ഈസ് ബോത്ത് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ഞാൻ എൻ്റെ കോളേജിൽ പെർഫോം ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ പെർഫോം ചെയ്യുന്നത്. ബോത്ത് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. ആൻഡ് എനിക്ക് ഭയങ്കര വിഷമമായി. ബട്ട് ദ തിങ് ഇസ് നമ്മുടെ ലൈഫിലെ എല്ലാ ഫേസസും എന്താ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തേ പറ്റുള്ളൂ. സോ അക്സെപ്റ്റ് ദ റിയാലിറ്റി. ആൻഡ് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും ഒബ്വിയസ്ലി. പക്ഷേ ഇതൊക്കെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മളിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തല്ലോ എന്നോർത്ത് എൻജോയ് ചെയ്യുക. ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ. അവിടെ എന്തൊക്കെയോ പരിപാടി നടക്കണ്ടേ ഇനി. പക്ഷെ നമ്മൾ ഓൾറെഡി ടയേർഡാണ്. പിന്നെ നമ്മൾ അതിൽ ഒരു പാർട്ടല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എൻ്റെ അക്കാഡമിക് ലൈഫിലെ ലാസ്റ്റ് ഓണമായിരുന്നു ഇത്. സോ ലാസ്റ്റല്ല, ഓൾറെഡി കഴിഞ്ഞു. ഇത് ഇൻറ്റേൺഷിപ്പിൽ നിന്ന് കൂട്ടാം. കഴിഞ്ഞ വർഷം എൻ്റെ ലാസ്റ്റ് അക്കാഡമിക് ലൈഫിലെ ലാസ്റ്റ് ഓണം കഴിഞ്ഞു. സോ അതുകൊണ്ട് രസമില്ല. നമ്മുടെ പോണ്ടിച്ചേരിയിലെ യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ ഓണായിരുന്നു കിഡിൽ ഓണായിരുന്നു. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇത് ബാക്കിലവിടെ ഇപ്പോഴും പരിപാടി നടക്കുന്നുണ്ട്. നമുക്കപ്പോൾ പോവാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.